പ്രിയമുള്ളവരെ, യുവതലമുറ ലഹരി മരുന്നുകൾക്കടിപ്പെട്ട് ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അതിനെതിരെയുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് ഈ ഹസ്തചിത്രം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ജീവിതം പലപ്പോഴും വ്യക്തമായ നിർവചനങ്ങൾ നൽകാനാവാത്ത ഒരു പ്രതിഭാസമാണ്. ജീവിതമാകുന്ന നാടകവേദിയിൽ അരങ്ങ് തകർത്തു വാഴുന്ന ചില മനുഷ്യക്കോലങ്ങൾ. ഇവിടെ നാം കണ്ടെത്തിയ ഒരു താരതമ്യം പാവപ്പെട്ടവനും പണക്കാരനും എന്നതാണ്. ജീവിതത്തെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് കൂട്ടിമുട്ടിക്കാൻ പെടാപാടുപെടുന്ന ഒരുവനെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മോനെ, ആവശ്യത്തിന് കാശുണ്ടല്ലോ അല്ലേ? ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്. കാശ് ഡാഡിക്ക് ഒരു പ്രശ്നമല്ല. ഓക്കെ ഡാഡി. ഓക്കെ. ടീച്ചറെ നല്ല കണ്ടില്ലല്ലോ. തലവേദനയായിരുന്നു ടീച്ചർ, ലീവ് എടുത്തു. ആ വിഷ്ണു വിവേകും ക്ലാസ്സിലേത് നേരം മയക്കാ. എന്തിട്ടൊക്കെ അടിച്ചിട്ട് വന്നിരിക്കണേന്ന് ആർക്കറിയാം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ടീച്ചറെ, ഒന്നും പറയാതിരിക്കുക ഏറ്റവും നല്ല കാര്യം. ആ, അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കുക, അത്ര തന്നെ. ശരി ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. സൈലൻസ് പ്ലീസ്. ആൽവിൻ. പ്രസന്റ് ടീച്ചർ. അഞ്ജൽ എം ബി. പ്രസന്റ് ടീച്ചർ. അരുൺ ജോർജ്. പ്രസന്റ് ടീച്ചർ. ദിയ ഡേവിസ്. പ്രസന്റ് ടീച്ചർ. ഹരീഷ്മ. പ്രസന്റ് ടീച്ചർ. ജസ്ന. പ്രസന്റ് മിസ്. നീനു വി പി. പ്രസന്റ് മിസ്. റിയ. പ്രസന്റ് മിസ്. ഷെറിൻ. പ്രസന്റ് ടീച്ചർ. സ്റ്റീന സേവിയർ. പ്രസന്റ് ടീച്ചർ. സുബിൻദേവ്. പ്രസന്റ് ടീച്ചർ. വിഷ്ണു. പ്രസന്റ് ടീച്ചർ. വിവേക് സെബാസ്റ്റ്യൻ. പ്രസന്റ് ടീച്ചർ. Take your books. Today we are discuss about communication. Communication denotes the transferring of the ideas, thoughts in business. ടീച്ചർ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഇപ്പോഴാ ക്ലാസ്സിൽ വരുന്നേ? അത് പിന്നെ വൈകി. ക്ലാസ്സിൽ കയറ്. There are two types of communication: verbal communication and non-verbal communication. Any skill that is useful in your life can be considered a life skill. Perhaps the most important life skill is the ability and willingness to learn. By learning new skills, we increase our understanding of the world around us and equip ourselves with the tools we need to live a more productive and fulfilling life. Finding way to cope with the... അവിടെ ബാക്ക് ബെഞ്ചിൽ എന്താ നടക്കുന്നേ? എന്താ സംഭവം? ഫുൾ ടൈം കിടപ്പാണല്ലോ. അത് പിന്നെ തലവേദനയാണ്. നന്നാ വരുതട്ടോ, കിടക്കവിടെ. അവള് റൂട്ടാണ് മച്ചാനെ. മച്ചാനെ എന്റെ സാറേ. അയ്യേ പിശാച്. ഇന്ന് ക്ലാസ് ബോറായിരുന്നു. അതെന്താ? ടോപ്പിക്ക് വളരെ ബോറായിരുന്നു കേട്ടോ. ഹെൽമെറ്റ് വെക്കണ്ട പോണ പോക്കണ്ട പിള്ളേര്. ആ രാഹുൽ, ഇങ്ങ് വന്നേൻ. ഇതെവിടെയാ? PTA മീറ്റിങ്ങിന് ആരെയും കണ്ടില്ല. എന്താ പ്രശ്നം? അത് ഒന്നുമില്ല സാർ, ഒന്നുമില്ല. കഷ്ടപ്പാടാണ് സാർ. ഹാർട്ട് അറ്റാക്ക് വന്ന അച്ഛൻ, അമ്മയുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസം നല്ലൊരു തുക. ഇതൊക്കെ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ?
നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതല്ല സാർ, ഞാൻ അധ്വാനിക്കുന്നത് കാണാതിരിക്കുവാൻ അച്ഛൻ രോഗാവസ്ഥയിലും പണിക്ക് പോവും. നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അധ്വാനിച്ച് കാശുണ്ടാക്കി പഠിക്കുന്ന നീ മറ്റുള്ളവർക്ക് മാതൃകയാണ്. കോളേജ് വിട്ടാൽ നേരെ ഷൂ പോളിഷിങ്ങിന് ഇറങ്ങും. അതാണ് പ്രധാന വരുമാന മാർഗം. ഒരിക്കലൊരു ചേട്ടൻ ഷൂ പോളിഷ് ചെയ്യാൻ വന്നു. നല്ല രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് ഷൂ പോളിഷ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇങ്ങനെയാണ് ഷൂ പോളിഷ് ചെയ്യാ? സാർ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ. നീ എന്നെ പഠിപ്പിക്കുക? രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ക്ലാസ്സിലെ വരുണിൻ്റെ ചേട്ടനാണ് അതെന്ന്. വരുൺ അത് ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞ് എന്നെ കളിയാക്കി സാർ. എൻ്റെ ജീവിതം. അല്ല സാർ, ഇതിൻ്റെയൊക്കെ അവസാനം ഒരുപക്ഷെ എൻ്റെ നല്ല കാലമായിരിക്കും, അല്ലേ സാർ? വിഷമിക്കണ്ടടാ. പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഒന്നും നീ ചോദിക്കാൻ പഠിക്കരുത്. എന്നെ ഒരു മാഷായി മാത്രം കണ്ട. ഓക്കെ? പൊളിച്ചടാ. ദേ വരുന്നു നല്ലവനായ ഉണ്ണി. ഇങ്ങടാ എന്തുട്ടാ അവൻ്റെ റോള്? ഞങ്ങൾ ക്ലാസ്സിൽ വരും ചെയ്യും. നീ ആരോട് ചോദിക്കാൻ? എന്താ നിങ്ങളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? നമ്മളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായിടക്കാ. ഇത് വെക്കടാ. പോടാ 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 വിട്ടോ. ആ സ്വന്തം ജീവിതത്തോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യില്ല. മാനസികവും ശാരീരികവുമായ ഒരുപാട് വൈകല്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. എന്തൊക്കെ പറയണവൻ? നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അച്ഛനെയും അമ്മയും മറക്കരുത്. അവരുടെ പ്രതീക്ഷ കെടുത്തരുത്. പോടാ പോടാ പോടാ. ആദ്യമായി എൻ്റെ സഹപാഠികൾ എനിക്ക് നേരെ വെച്ച് നീട്ടിയ ആദ്യത്തെ സമ്മാനം ലഹരി. വേണ്ട, എനിക്കിത് വേണ്ട. എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുണ്ട് എനിക്ക്. ലഹരി അത് ഒന്നിനുമൊരു ശാശ്വതമായ പരിഹാരമല്ല. ആ മോനെ അത് വേണ്ട, അത് തിന്നാലേ ചത്തുപോവും. അയ്യേ, അവര് ചീത്ത ആളുകളല്ലേ. മോനത് വേണ്ട. മോനെ അമ്മ മിഠായി വാങ്ങിച്ചു തരാട്ടാ.